പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പ്രായച്ചിത്തവും ബ്രഹ്മം പോത്തായതും എന്ന കഥയാണ്. നാം അറിയാതെ ചെയ്തു പോയ പാപത്തിന് പരിഹാരമായി വഴിപാടുകൾ ഒരിക്കലും ഫലപ്രദമല്ല. തീർത്ഥാടനം, ദാനം പരിഹാരം ഉണ്ടാക്കുന്നതാണെങ്കിലും വേഗത്തിൽ ഫലം തരുന്നത് തെറ്റിനെ തിരിച്ചറിഞ്ഞ് മനസ്സാത്തപിക്കലും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കലുമാണ്. ഒരു ബ്രാഹ്മണൻ എല്ലാ ദിവസവും ദേവാരം ചെയ്തു വരുന്നു. അത് കാണുന്ന സേവകൻ ചാത്തൻ അങ്ങ് വഴിപെടുന്ന ബ്രഹ്മം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അതിന് പരിഹാസരൂപേണ പറഞ്ഞു, നമ്മുടെ മാടൻ പോത്തിൻ്റെ രൂപത്തിലാണെന്ന്. അന്നു മുതൽ ചാത്തൻ ബ്രഹ്മത്തെ പോത്തിൻ്റെ രൂപത്തിൽ ധ്യാനിക്കാൻ തുടങ്ങി. 41-ാം ദിവസം ബ്രഹ്മം പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇവിടെ ഭക്തിയല്ല, ഏകാഗ്രതയാണ് വേണ്ടതെന്നതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഒരു നമ്പൂതിരി തൻ്റെ പാപക്ഷയത്തിനായി ഗംഗാസ്നാനം ചെയ്യുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഭൃത്യനായി ഒരു ചാത്തനുമുണ്ട്. നമ്പൂതിരിക്ക് കൂട്ടായി എവിടെ പോകാനും ചാത്തനുണ്ടാവും. അവർ കാശിക്ക് യാത്ര പുറപ്പെട്ടു. നമ്പൂതിരി യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം കരുതിയിരുന്നു. പക്ഷേ ചാത്തൻ കാര്യമായി ഒന്നും കരുതിയില്ല. ഒരു ചുരക്കായ കയ്യിൽ പിടിച്ചു. കാശിയിൽ എത്തി. നമ്പൂതിരി ഗംഗയിൽ മുങ്ങി. ചാത്തൻ മുങ്ങിയില്ല, പകരം ചുരക്കായെ മുക്കി. വീണ്ടും നമ്പൂതിരി പല തീർത്ഥങ്ങളിലും മുങ്ങി. അവിടെല്ലാം ചാത്തൻ ചുരക്കായ മുക്കാൻ മറന്നില്ല. തീർത്ഥാടനം കഴിഞ്ഞ് അവർ നാട്ടിൽ തിരിച്ചെത്തി. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് കാലമായി. നമ്പൂതിരിക്ക് ഭാര്യ ഭക്ഷണം വിളമ്പി കൊടുത്തു. കറിക്ക് വല്ലാതെ കയ്പ്. നമ്പൂതിരി ഊണ് കഴിച്ചില്ല. മാത്രമല്ല, ഭാര്യ വഴക്കും പറഞ്ഞു. കഷണം നുറുക്കിയത് ഞാനല്ല, ചാത്തനാണ്. എന്ത് കഷണം നുറുക്കിയെന്ന് ഞാൻ ചോദിച്ചതുമില്ല. ചാത്തനോട് ചോദിച്ചാൽ അറിയാം എന്ന് ഭാര്യ പറഞ്ഞു. ഉടനെ ചാത്തനെ വിളിച്ച് നമ്പൂതിരി ചോദിച്ചു, ഇന്ന് കറിക്ക് എന്ത് കഷണമാണ് നുറുക്കിയത്? വല്ലാതെ കയ്പായിരുന്നു. കയ്പുണ്ടെങ്കിൽ അങ്ങയുടെ തീർത്ഥസ്നാനം കൊണ്ട് പാപം പോയിട്ടില്ല. ആ തീർത്ഥങ്ങളിലെല്ലാം മുക്കിയ ചുരക്കയാണ് ഞാൻ കഷ്ണം മുറിച്ചത് എന്ന് പറഞ്ഞു. നമ്പൂതിരിക്ക് വല്ലാതെ ദേഷ്യമുണ്ടായി. എന്നാലും ഉള്ളിലൊതുക്കി. അല്ല ചാത്താ, ഇനി എന്താ ചെയ്യേണ്ടത് പാപം പോകാൻ? നമ്പൂതിരി രഹസ്യമായി ചാത്തനോട് ചോദിച്ചു. അങ്ങയുടെ പാപം നശിക്കാൻ ഞാൻ ഒരു പരിഹാരം പറയാം. ഇരുമ്പ് കൊണ്ട് ഒരു സ്ത്രീ പ്രതിമ ഉണ്ടാക്കി അതിനെ പൊതുജനങ്ങൾ അറിയെ ചുട്ടുപഴുപ്പിച്ച് നിർത്തിയിട്ട് ആലിംഗനം ചെയ്താൽ അങ്ങയുടെ പാപം മുഴുവൻ നശിക്കും, ചാത്തൻ പറഞ്ഞു. ഏകപത്നി വ്രതക്കാർക്ക് അന്യ സ്ത്രീയുടെ രൂപം മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. നമ്പൂതിരി ഒരു യാത്ര പോയപ്പോൾ വഴിയിൽ ഒരു സ്ത്രീയെ കാണുകയും അവളുടെ ആകർഷകമായ രൂപം മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. ഈ പാപമാണ് നമ്പൂതിരിയെ ബാധിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രായശ്ചിത്തമാണ് ചാത്തൻ പറഞ്ഞത്. നമ്പൂതിരി ചാത്തൻ പറഞ്ഞ പ്രകാരം ഇരുമ്പ് കൊണ്ട് ഒരു സ്ത്രീരൂപം ഉണ്ടാക്കി അതിനെ തീയിൽ ചുട്ട് പഴുപ്പിച്ച് നിർത്തിയിട്ട് 4 പേരെ അറിയിച്ച് കുളിച്ച് ശുദ്ധമായി ആലിംഗനം ചെയ്യാൻ ഓടി വരികെ തൊട്ടില്ലെന്നായപ്പോൾ ചാത്തൻ നമ്പൂതിരിയെ തടഞ്ഞു നിർത്തി. മതി, അങ്ങയുടെ എല്ലാ പാപവും നശിച്ചിരിക്കുന്നു. സ്നാനവും വഴിപാടുകളും കൊണ്ടൊന്നും പാപം നശിക്കില്ല. മനസ്സാ തപിക്കലും വീണ്ടും ആവർത്തിക്കാതിരിക്കലുമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് ചാത്തൻ പറഞ്ഞു. പൊതുജനങ്ങളും അംഗീകരിച്ചതോടെ നമ്പൂതിരിയുടെ പാപം നശിച്ചു എന്നാണ് കഥ. മേലെ കഥയിലെ നമ്പൂതിരി
ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് അനുഷ്ഠാനം ദേവാരം എല്ലാം കഴിയുമ്പോൾ നേരം ഉച്ചയാവും. എന്നിട്ടാണ് ഭക്ഷണം കഴിക്കൽ. ഇത് എല്ലാ ദിവസവുമുള്ള പതിവാണ്. ഒരിക്കൽ ഈ സാഹചര്യമെല്ലാം കണ്ടിട്ട് ചാത്തൻ ചോദിച്ചു, അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്ത് വഴിപെടുന്നത് ആരെയാണെന്ന്. ഞാൻ ബ്രഹ്മത്തെയാണ് വഴിപെടുന്നത്, നമ്പൂതിരി പറഞ്ഞു. അത് എങ്ങനെ കാണപ്പെടും? ചാത്തൻ ചോദിച്ചു. നമ്മുടെ മാടൻ പോത്തിൻ്റെ പോലെ ഇരിക്കും എന്ന് നമ്പൂതിരി തമാശയായി പറഞ്ഞു. ചാത്തൻ അടുത്ത ദിവസം മുതൽ ബ്രഹ്മത്തിന് മാടൻ പോത്തിൻ്റെ രൂപം കൽപ്പിച്ച് ധ്യാനിച്ച് വഴിപെടാൻ തുടങ്ങി. 41 ദിവസം കഴിഞ്ഞതും ചാത്തന് ബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമാവുകയും ചാത്തൻ പറയുന്നത് പോലെ അനുസരിക്കുകയും തുടങ്ങി. ഒരു ദിവസം നമ്പൂതിരി ഒരു യാത്ര പോയി. കൂടെ ചാത്തനും മാടൻ പോത്തുമുണ്ട്. മാടൻ പോത്തിൻ്റെ വിവരമൊന്നും നമ്പൂതിരി അറിഞ്ഞിട്ടില്ല. ഒരു ഇടുങ്ങിയ വഴിയിൽ എത്തിയപ്പോൾ നമ്പൂതിരിയും ചാത്തനും അപ്പുറത്ത് കടന്നു. മാടൻ പോത്തിന് കൊമ്പിന് വീതി ഉള്ളത് കാരണം കടക്കാൻ പ്രയാസമായി. ഇത് കണ്ട ചാത്തൻ കൊമ്പ് ചരിച്ചു കടത്ത് എന്ന് പറഞ്ഞു. നമ്പൂതിരി ഇവൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറയിൽ ആരെയും കാണാനുമില്ല. ചാത്ത, നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ പ്രകാരം ഞാൻ ബ്രഹ്മത്തെ മാടൻ പോത്തിൻ്റെ രൂപത്തിൽ വഴിപെട്ടു. ബ്രഹ്മം മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി. അവനോടാണ് പറയുന്നത് എന്ന് പറഞ്ഞു. നമ്പൂതിരി എത്രയോ കാലങ്ങളായി ബ്രഹ്മത്തെ വഴിപെടാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെയും ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല. ചാത്തൻ എന്നേക്കാൾ എത്രയോ അധികം ഭക്തി ഉള്ളവനാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ചോദിച്ചു, ചാത്ത, പോത്തി എവിടെയെന്ന്. ഇതാ നിൽക്കുന്നു. ചാത്തൻ പറഞ്ഞെങ്കിലും നമ്പൂതിരിക്ക് കാണാൻ സാധിച്ചില്ല. ചാത്ത, ഞാൻ കാണുന്നില്ലല്ലോ, എന്നെ തൊട്ടു നോക്കൂ എന്ന് ചാത്തൻ പറഞ്ഞതും നമ്പൂതിരി ചാത്തനെ തൊട്ടു നോക്കി. പോത്തിനെ കാണാനും സാധിച്ചു. വലിയ കുറിയും തൊട്ട് പ്രത്യേക വേഷം ധരിച്ച് കണ്ണുമടച്ചിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കാണൂ എന്നുള്ളതായ അന്ധവിശ്വാസത്തെ നീക്കണം. നിർമ്മലമായ മനസ്സുള്ളവർ സ്ത്രീയോ പുരുഷനോ ബാലനോ ചണ്ടാളനോ ആരായാലും ഈശ്വരനെ കാണാം എന്ന തത്വമാണ് ഈ കഥയിലൂടെ തിരിച്ചറിയേണ്ടത്.